32 പ്ലേസ് ഓൾറെഡി ആയി. ഒരു 3-4 പ്ലേസിന് കൂടി നമ്മൾ നോക്കുന്നുണ്ട് എന്ന് നമുക്ക് റിയലൈസ് ആവുന്ന ഒരു ടൈം ആവണത് വരെ ഇതിൽ അങ്ങനെ ഒരു തേർഡ് കോ ലീഡർ വാക്കൻസി ഇല്ല. അതാണ് എൻ്റെ ഒപ്പീനിയൻ. മനസ്സിലായോ? ഞാനത് എനിക്ക് ഷമീറിനോട് എനിക്കിത് പറയാൻ പറ്റൂല. ഞാനിത് ഷമീറിനോട് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം ഞാനത് പറഞ്ഞുതരാം. ഞാനിത് ഷമീറിനോട് മുമ്പ് എനിക്ക് ഷമീറിന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമായിരുന്നു. മുമ്പ് ഞാൻ ഷമീറിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് ഞാൻ നല്ല രീതിക്ക് അവനൊരു റൂള് പറഞ്ഞു കൊടുക്കുകയാണ്, അതൊരു RP പറഞ്ഞു കൊടുക്കുകയാണ് എന്നുള്ള രീതിയിൽ നിങ്ങളത് എടുക്കുമായിരുന്നു. ഇപ്പം ഞാനത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെന്താ പറയുക? ഓൻ ലീഡർ എന്ന് പറയും, ലീഡർ ഡിസേർവ്ഡ് ലീഡർ ഞാനാണെന്ന് പറയും. അതെനിക്ക് കാണാൻ താല്പര്യമില്ല. കാരണം ഞാനത് അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല ഞാനത് പറയണത്. ഓൻ നല്ലൊരു ഡിസിഷൻ എടുക്കട്ടെ എന്ന് കരുതി. ഈവൻ ഇന്നലത്തെ ഒരു കേസിൽ പോലും ഞാനത് ഓനെ മാറ്റി നിർത്തുമ്പം പറയുമ്പം ഞാൻ നോട്ടീസ് ചെയ്തൊരു സംഭവമാണ്. ഞാനത് ലൈവ് കണ്ട് കഴിഞ്ഞിട്ട് ഞാനത് നോക്കി. ഞാൻ ലൈവ് കഴിഞ്ഞാണ്ട് ഞാനത് നോക്കുമ്പം ഇന്നെ സപ്പോർട്ട് ചെയ്ത് ഓനങ്ങൾ എല്ലിടുകയാണ്. അങ്ങനെ ആക്കി എടുക്കാനൊക്കെ മാക്ക് ഒരുപാട് മാക്കിന്റെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് ഉണ്ടായിരുന്നു. ഇതാക്കണ്ട, ഞാൻ ലേറ്റ് എടാ ഞാൻ പുറത്തൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കാം. ഒരു 2 മിനിറ്റ് എനിക്ക് തരും പ്ലീസ്. ഇത് അർജന്റ്. ഞാൻ പറയട്ടെ, 1 മിനിറ്റ് ഇത്. അപ്പം ഞാൻ പിന്നെ തൊപ്പി ഇങ്ങനെ ഒരു ഇതിന്ന് ഇറങ്ങുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒരിക്കലും സീരിയസ്ലി പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പെട്ടെന്ന് അങ്ങനെ വന്നാണ്ട് ഒരു ഡിസിഷൻ എടുത്ത് പോകുമ്പം ഇതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. മനസ്സിലായോ? ഇപ്പം ഷമീർ ലീഡറായി, ഓക്കെ, അത് ഷമീർ ലീഡറായി നിൽക്കുമ്പം ഷമീർ പറയുന്ന ഒബ്വിയസ്ലി ഞങ്ങൾ കേൾക്കും. പക്ഷേ ഒരു തേർഡ് ലീഡറിനെ ഇതിലേക്ക് എടുക്കുമ്പോഴുള്ളൊരു തേർഡ് കോ ലീഡറിനെ ഇതിലേക്ക് എടുക്കുമ്പോഴുള്ള പുതിയൊരു കോ ലീഡറിനെ എടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ സൈഡിൽ നിന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ. അത് എല്ലാവരും എങ്ങനെ എടുക്കുക എന്നുള്ളതൊന്നും അറിയില്ല. എനിക്ക് എൻ്റെതായ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അപ്പാപ്പൻ ആക്കണം എന്നുള്ളതാണ് കുറേ പേരെ ഒരു സംഭവം. അപ്പാപ്പൻ ആക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പാപ്പന് കമ്പാരിറ്റീവ്ലി എക്സ്പീരിയൻസ് കമ്മിയാണ്. ഇത് അപ്പാപ്പൻ തന്നെ അറിയുന്നതാണ്. ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇത് ലൈവിലിരുന്ന് പറഞ്ഞാൽ പോലും ഇതിലുള്ള എൻ്റെ ഗ്യാങ്ങിലുള്ള മെമ്പേഴ്സിന് ആർക്കും എന്നോടൊരു ഹെയ്റ്റോ എന്നോടൊരു കാര്യമോ വരാൻ പോകുന്നില്ല. കാരണം ഞാൻ എന്താണെന്നുള്ളത് ഓൾക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് ഞാനത് ഇതിൻ്റെ എല്ലാ വശം ചിന്തിച്ചുകൊണ്ടാണ് പറയണത്. അപ്പാപ്പനെ ഞാനതിലേക്ക് കോ ലീഡർ ആക്കിയിട്ട് ഒരിക്കലും നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ചൂസ് ചെയ്യൂല. കാരണം കമ്പാരിറ്റീവ്ലി അപ്പാപ്പൻ എന്ന് പറയുന്ന ആള് രാജുഭായിൻ്റെക്കാട്ടിലും അല്ലെങ്കിൽ ഇതിലുള്ള കുറേ ആൾക്കാരെക്കാട്ടിലും എക്സ്പീരിയൻസ് കമ്മിയുള്ള ഒരാളാണ്. മനസ്സിലായോ? അപ്പം വൈ നോ രാജുഭായ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. രാജുഭായിനാക്കുമ്പം രാജുഭായ് കോ ലീഡറായി കളിച്ചിരുന്ന ഗ്യാങ്ങിൻ്റെ ലീഡറായിരുന്നു ഫാൽക്കൻ. അപ്പോൾ വൈ ഫാൽക്കൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്യാങ്ങിൻ്റെ വൈ നോ ഫാൽക്കൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്യാങ്ങിൻ്റെ എല്ലാ സമയത്തും കൂടെ നിന്ന ഒരാളാണ് ബിലാൽ. മനസ്സിലായോ? അങ്ങനെ ഇതിൽ ഓരോരുത്തർക്കും ഉണ്ടാവും. അപ്പോൾ ഇൻ കേസ് നമ്മൾ ആരെങ്കിലും ഒരാളെ ഇതിൽ നിന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഉള്ളിൽ ഒബ്വിയസ്ലി വരാതിരിക്കാം. അങ്ങനെ വരാനുള്ളൊരു സാധ്യത പോലും നമ്മൾ കൊടുക്കണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? മേ ബി എന്തുകൊണ്ട് ഇനി ഒരു എക്സാമ്പിളാണ് പറയണത്, അങ്ങനെയാണെന്നല്ല പറയണത്. ഒരു എക്സാമ്പിൾ, ഫാൽക്കനെ ഞാൻ കോ ലീഡർ ആക്കി കൂട്ടിക്കോ, ഷമീർ കോ ലീഡർ ആക്കി കൂട്ടിക്കോ. ഫാൽക്കനെ കോ ലീഡർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ബിലാൽ കരുതും അല്ലെങ്കിൽ രാജുഭായ് കരുതും എന്തുകൊണ്ട് ഫാൽക്കനാക്കി, വൈ നോട്ട് മീ എന്നുള്ളൊരു സംഭവം വരും. മനസ്സിലായോ? അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഷെയ്ക്കിനെയും മാക്കിനെയും ആക്കുമ്പോൾ ഇവർക്ക് അത് തോന്നണ്ടേ? അങ്ങനെ പറയാനാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ റോഡിൽ പോയി അപ്പോൾ വണ്ടി അടിക്കാനുള്ള ചാൻസ് ഉള്ള പോലത്തെ കാര്യമാണ് ഇത്. അതായത് അത്രയും സിമ്പിൾ. നമ്മൾ ജീവിച്ചിരിക്കും, നമുക്ക് എന്താ ഉറപ്പ്? അതുപോലത്തെ കാര്യം അത് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ അത് അങ്ങനെ ഷെയ്ക്കും മാക്കോ അത് ഇതാക്കൂല. ഓക്കെ, ഇവർ ഇതിനു വേണ്ടി ആടെ എഫേർട്ട് ഇട്ടു. അങ്ങനെ എഫേർട്ട് ഇടുന്ന ഒരാളെ എടുക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആടെ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരാൾക്കും ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതേ ഞാൻ പറയുന്നുള്ളൂ. മനസ്സിലായോ? ഇതിൽ ഓരോരുത്തർക്കും ഇതിൽ കൺസിഡറേഷൻ അല്ലല്ലോ. ഇതിലെവിടെ കൺസിഡറേഷൻ വരുന്നത്? ഇതിൽ നമ്മൾ ഒരാളെ എടുക്കുന്ന ആ 35 ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മൾ ഒരാളെ എടുക്കുകയാണ് അല്ലേ? നമ്മളിപ്പോൾ ഒരു മന്ത്രി MLA നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? അപ്പം ബാക്കിയുള്ളവർക്ക് ഈഗോ അടിക്കും എന്ന് പറഞ്ഞിട്ട് ബാക്കി ആരും വോട്ട് ചെയ്യാണ്ട് നിൽക്കലാണോ? അങ്ങനെയല്ലല്ലോ ഇതിന്റെ ഇത്. ഓരോ പൊസിഷൻ ഇപ്പോൾ ഓൾറെഡി കൊടുത്തിക്കണ്, അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഈ സംഭവം ഓൾറെഡി ഞാൻ ഷമീറിനോട് ഒരു വട്ടം ഞാൻ ഡിസ്കസ് ചെയ്തതായിരുന്നു. അതെ,
പിന്നെ അത് ഷമീറിന്റെ ചോയ്സാണ് ആരൊക്കെ എടുക്കുക എന്നുള്ളതും ആരൊക്കെ കോ ലീഡർ ആക്കുക സിമ്പിൾ എന്നുള്ളതും സിമ്പിൾ, അതാണ് പറഞ്ഞത്. സിമ്പിൾ. ഇവൻ എന്നോട് പറഞ്ഞ കാര്യം അത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ എടുക്കാം. പിന്നെ എന്തിനാ ഞാനൊരാളെ എടുക്കുമ്പം ഞാൻ ഇറങ്ങി പോവാന്ന് പറയേണ്ട ആവശ്യം? എടാ, ഓൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരാളാന്ന് ഓൻ ഇറങ്ങിപ്പോവാൻ ഞാൻ വിടുകയും ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസിഷൻ വരെ മാറ്റി വെച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് നൗ ഷമീറിൻ്റെ ഡിസിഷൻ മാത്രമാണ്, അത് നമ്മൾ എന്തായാലും റെസ്പെക്റ്റ് ചെയ്യും. അപ്പം എനിക്കിത് ഈ കുറേ കാര്യങ്ങൾ കൊണ്ട് എനിക്കിതൊന്നും പ്രഷർ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാനിത് ലീവ് ചെയ്ത് മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള ഒരു സംഭവം പറഞ്ഞത്, മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതിൽ ഒരു മൂന്നാമതൊരു കോ ലീഡർ ഇന്ന ആളാക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഷമീർ ലീഡർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ കോ ലീഡറിൽ എനിക്ക് ഇതൊന്നുമില്ല, അങ്ങനത്തെ ഒന്നും അല്ല, മനസ്സിലായോ? അതിൽ എനിക്കതൊരു സ്യൂട്ടബിൾ അല്ല തോന്നുന്നതുകൊണ്ടാണ് ഞാനത് മെമ്പർക്ക് ഇറങ്ങാം, കോ ലീഡർ വേണ്ട എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നത്. അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. ഇതിൽ തേർഡ് കോ ലീഡറിൻ്റെ ഒരു ആവശ്യം ഈ ഗ്യാങ്ങിൻ ആസ് ഓഫ് നൗ ഇല്ല. ഇനി അങ്ങനെ ഒരു മെമ്പറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു 5 or 6 മാസം നമ്മൾ ഈ ഗ്യാങ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരാണ് ഈ ഗ്യാങ്ങിന് വേണ്ടി ഇത്രയും എഫേർട്ട് ഇട്ട് നിൽക്കുന്നത്. ഗ്യാങ് എന്ന് പറഞ്ഞ് ഈ MRG എന്ന് പറഞ്ഞ് മരിക്കുന്ന ആരാണ്, അല്ലെങ്കിൽ ആരാണ് ഈ MRGക്ക് വേണ്ടി അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ എഫേർട്ട് ഇട്ട് നിൽക്കുന്ന ആരാന്നുള്ളത് നമ്മൾ അങ്ങനെ നോക്കിയിട്ട് നമ്മളൊരു പൊസിഷൻ ഒരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഈ കോ ലീഡർ പൊസിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഓൾ ഇതൊക്കെ എന്താ പറയുക, ബാക്കിയുള്ള സ്ട്രീമേഴ്സിനും ബാക്കിയുള്ള ആൾക്കാർക്കും ഇതൊക്കെ ഒരു വേസ്റ്റ് ഓഫ് ഗെയിമും വേസ്റ്റ് ഓഫ് ടൈമും ആയിരിക്കും. അത് ആർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും. പക്ഷെ ഇത് ജീവിതമാർഗമായി കണ്ട് ഇതിലൊരു കരിയർ ഉണ്ട്, ഈ MRG വന്നു കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാവും എന്ന് കരുതി നിൽക്കുന്ന ഒരു 10-35 പ്ലേയേഴ്സ്, 32 പ്ലേയേഴ്സ് ഓൾറെഡി ആയി, ഒരു 3-4 പ്ലേയേഴ്സിനും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെ 10-35 ആൾക്കാരെ നമ്മൾ ഇവിടെ ഒരു കരിയർ കിട്ടും എന്ന് കരുതി വിശ്വസിച്ച് നിൽക്കണ ഇവരെ നമ്മൾ എങ്ങനെയെങ്കിലും ഷട്ട് ഡൗൺ ചെയ്ത് പോകാൻ പറ്റൂല, മനസ്സിലായോ? അപ്പം ഇതിൽ നിൽക്കുന്ന ഓരോ പൊസിഷനും വാല്യൂ ഉണ്ട്. ആ കോ ലീഡർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കമ്മിറ്റ്മെൻറ്റ് ഇവർക്ക് ഉണ്ട് എന്ന് നമുക്ക് റിയലൈസ് ആവുന്ന ഒരു ടൈം ആവണത് വരെ ഇതിൽ അങ്ങനെ ഒരു തേർഡ് കോ ലീഡർ വാക്കൻസി ഇല്ല. അതാണ് എൻ്റെ ഒപ്പീനിയൻ, മനസ്സിലായോ? ഇത് ഞാനത് എനിക്ക് ഓക്കെ, ഇങ്ങനൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അത് ശരിക്കും അന്ന് എന്നോട് പറയണം. അന്നത് എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞത് നിൻ്റെ ഇഷ്ടം, നിനക്ക് ഇഷ്ടമുള്ള ഒരാളെ നീ എടുത്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ എടുത്തോ എന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനൊരാളെ എടുക്കാൻ വേണ്ടി ഞാൻ വന്നതും. അപ്പം ഇത് ആ സമയത്ത് പറയാണ്ട് അന്നേരം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിതൊരാളെ അനൗൺസ് ചെയ്യാൻ നിൽക്കുമ്പം ഇങ്ങനെ പറയുന്നത് എനിക്കിതല്ലേ. അപ്പം ഷമീറിനോട് എനിക്കിത് പറയാൻ പറ്റൂല. ഞാനിത് ഷമീറിനോട് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം ഞാൻ അത് പറഞ്ഞത്. ഞാൻ ഇത് ഷമീറിനോട് മുമ്പ് എനിക്ക് ഷമീറിന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമായിരുന്നു. മുമ്പ് ഞാൻ ഷമീറിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് ഞാൻ നല്ല രീതിക്ക് ഓനൊരു റൂള് പറഞ്ഞു കൊടുക്കുകയാണ്, അതൊരു RP പറഞ്ഞു കൊടുക്കുകയാണ് എന്നുള്ള രീതിയിൽ നിങ്ങളത് എടുക്കുമായിരുന്നു. ഇപ്പം ഞാനത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെന്താ പറയുക, ഓൻ ലീഡർ എന്ന് പറയും, ലീഡർ ഡിസേർവ്ഡ് ലീഡർ ഞാനാണെന്ന് പറയും. അത് എനിക്ക് കാണാൻ താല്പര്യമില്ല. കാരണം ഞാനത് അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല ഞാനത് പറയണത്. ഞാൻ ഓനക്കത് ഓൻ നല്ലൊരു ഡിസിഷൻ എടുക്കട്ടെ എന്ന് കരുതി. ഈവൻ ഇന്നലത്തെ ഒരു കേസിൽ പോലും ഞാനത് ഓനെ മാറ്റി നിർത്തി ഞാൻ പറയുമ്പം ഞാൻ നോട്ടീസ് ചെയ്തൊരു സംഭവമാണ്. ഞാൻ ലൈവ് കണ്ട് കഴിഞ്ഞിട്ട് ഞാനത് നോക്കി. ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് ഞാനത് നോക്കുമ്പം ഇന്നെ സപ്പോർട്ട് ചെയ്ത് ഓനങ്ങൾ എല്ലിടുകയാണ്. എനിക്കത് പേഴ്സണലി എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് ഓന് പറഞ്ഞു കൊടുക്കാനും കൂടി ഇന്നങ്ങൾ അയക്കാത്ത അവസ്ഥ വരുത്തുകയാണ്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം. ഇതിനെ എല്ലാ ഭാഗവും എനിക്ക് ചിന്തിക്കണം, മനസ്സിലായോ? ഞാനിത് ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കൂടി നോക്കാതെ ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയിട്ട് മാത്രം എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റൂല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ അതുകൊണ്ടാണ് ഇത് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ തലവേദന എൻ്റെ തലയിൽ നിന്ന് പോകും, മനസ്സിലായോ? ഞാൻ ഇത്രയൊന്നും എനിക്കിതിനെ പറ്റി W മാത്രമുള്ളൊരു ചാറ്റ് എന്നോ എടാ നിങ്ങൾ എനിക്ക് എന്താ പറയണ്ടത് എനിക്ക് അറിയുന്നില്ല. ഞാൻ പറയുന്ന എല്ലാം മാത്രമുള്ള ഒരു ചാറ്റ് നിങ്ങൾക്ക് ഇന്നെ ക്യാച്ചപ്പ് ആവണുണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ വെറുതെ ഇതാക്കാൻ വേണ്ടി W ഇടുന്ന പോലെ എനിക്ക് തോന്നുന്നത്, നിർത്താൻ വേണ്ടിയിട്ടുള്ള. ആ അതെ അതെ, ധാര ഇതിലല്ലേ പേരും ആണോ? അല്ലല്ല ഓക്കെ. W അല്ല, ഓനോന്റെ POV അടിപൊളിയായിട്ട് പറഞ്ഞു. അത് അടിപൊളിയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കും തോന്നുന്നുണ്ട്, ഞാനൊരു
ഞാനൊരു അണ്ടി തന്നെ. നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നണം. ഞാൻ ലീഡർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. സത്യ നിങ്ങൾ പറയുന്നതിൽ സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഡിസിഷൻ ഒന്നും എടുക്കാനുള്ള, ഞാൻ അങ്ങനത്തെ ഒന്നും ഡിസിഷൻ എടുക്കാൻ നിൽക്കണ്ടെന്ന് തോന്നുന്നില്ല വലിയ ആളായിട്ട്. ഞാനിതെന്തോ വലിയ സംഭവമായിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നോണ്ടാന്ന് തോന്നടാ. അല്ലേ, ഞാനൊരു ഐഡിയ എന്നുള്ള കാര്യം ഞാൻ തന്നെ മനസ്സിലാക്കണം. ഞാനിത് വലിയ മെച്ചൂർഡ് ആകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോ പൂർത്തരം ചെയ്യുന്നതെന്നാണ് എനിക്കും തോന്നുന്നത്. എനിക്ക് ഇപ്പൊ അങ്ങനെ തോന്നടാ. അതെ, ഞാനൊരു മൊണ്ണയാണ്, അത് മനസ്സിലാക്കി ഞാൻ ഇങ്ങനത്തെ ഡിസിഷൻ ഒന്നും എടുക്കാണ്ട് മെല്ലെ മെല്ലെ കാര്യങ്ങൾ പഠിച്ച് ചെയ്യാന്നുള്ളതാന്ന് തോന്നി ഞാൻ ചെയ്യേണ്ടത്. ഞാൻ പിന്നെ കുറച്ച് ഞാൻ മെച്ചൂർഡ് ആയിക്കോട്ടെ, ഞാൻ കുറച്ച് എന്താ പറയുക ഗ്യാങ്ങിന് വേണ്ടി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്നെല്ലാം എന്താ പറയുക എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എഫേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിടാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ പറയുന്നത് സത്യമാണ്. ഞാൻ ലീഡറാണ് എനിക്ക് തോന്നുന്നുണ്ടത്. ആ എടാ പോവാം. അവരെവിടെ? എവിടെ? അതെ. ഓ എന്താ ഇത്? ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ ലൈവില് സാധാരണ ഇങ്ങനെ ഐക്യമായിട്ട് ഇത്രയും ഐക്യത്തിന് ഇത്രയും ഐക്യത്തിൽ 100% വരുത്തില്ല. ഇതെല്ലാരും എന്ത് ഇത്ര ഇതിനോട് യോജിക്കുന്നത്? ആ എടാ അവരെവിടെ? ഷെയ്ഖ് ഈസ് ദ റിയൽ ലീഡർ. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. ഞാനൊരു മൊണ്ണയാടാ ശരിക്കേ. ഞാനൊരു മൊണ്ണയാണ്. പക്ഷെ എനിക്ക് എന്നെ കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറച്ച് എനിക്കൊരു അവസരം താടാ, ഞാൻ റെഡി ആവൂടാ.